ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കോഫി ഐസ് മേക്ക് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ കവറിൽ ഇല്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും കവർ വാങ്ങേണ്ടി വരും. ഒരാൾക്ക് ഒരു കവറിൽ വേണം. ഞങ്ങളുടെ വീട്ടിൽ 4 അല്ല 6 പേരുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാമെന്ന് വെച്ചു. ഒരു സമയം പോകുന്നതല്ല, നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മളൊരു ചെറിയ പാത്രം എടുക്കുക. പാത്രത്തിലോട്ട് ഇത് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 എണ്ണം മതിയാവും. 4 പേരാണ്. 6 പേരുണ്ട്. പക്ഷെ 6 പേരിൽ 2 പേരെങ്കിലും കുടിക്കാതിരിക്കും. ശബ്ദം കേൾക്കും. പൈസ അങ്ങനെ 5 മിനിറ്റത്തെ പാസമസിന് ശേഷം ഞാൻ ഇത് പൊട്ടിച്ചിട്ടിട്ട് നമുക്കിടാം. ഞാനിതിന് വേണ്ടിയിട്ട് 2 കവറാട്ടോ പൊട്ടിച്ചേക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ആൾക്കാരുണ്ടോ അത്രത്തോളം കവർ പൊട്ടിക്കാം. അതിനുശേഷം നമ്മൾ പഞ്ചസാരയാട്ടോ ഇടുന്നത്. ഇത്രയും മതി. ആ കാപ്പി കയ്പ്പ് വരാതിരിക്കാൻ എത്രത്തോളം പഞ്ചസാര വേണോ അത്ര ഇടുക. ഈ ഒരു പൊടിക്ക് തണുത്തതാണെങ്കിലും തണുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ലാസ്റ്റ് ഐസ് ഇടുമല്ലോ, അന്നേരം ഒക്കെ ആവും. ഓക്കെ, ഇത്രയും വെള്ളമേ പാടുള്ളൂ. ഞാൻ ഇത്രയും വെള്ളമേ. ഇത് പിന്നെ അടപ്പ് കൊണ്ട് മുറുക്കി അടയ്ക്കാം. ഇട്ട് കുലുക്കാം. കുലുക്കി കഴിഞ്ഞ് കാണിക്കാം. ഗൈസ്, ഞാൻ കിച്ചണിൽ നിന്ന് നേരെ റൂമിലോട്ട് വന്നു. ഞാൻ കിച്ചൺ അതാണ് കിച്ചൺ. കിച്ചണിൽ നിന്ന് നേരെ വരുമ്പോഴാണ് റൂം. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടോ വരുന്നത്? ആദ്യത്തെക്കാൾ കുറച്ചുകൂടെ കളർ ചേഞ്ച് ആയി. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഫ്രിഡ്ജ് വെക്കാം. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രിഡ്ജ്. ഇനി ഫ്രിഡ്ജ് തുറക്കാം. ഫ്രിഡ്ജിനകത്ത് അങ്ങനെ അധികമൊന്നും ഇല്ല. മുട്ട തീർന്നിരിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ടാണ് കേട്ടോ വെക്കുന്നത്. ഇത് അടയ്ക്കാം. ഇതെൻ്റെ വീഡിയോയ്ക്ക് കൊള്ളാല്ലേ? എനിക്കിഷ്ടമാണ്. ലൈറ്റ് ഉണ്ട്. ഞാനങ്ങനെ ആ ഫ്രിഡ്ജിൽ ആവുന്നിടം വരെ നമുക്കിനി കുറച്ചു നേരം കിടന്നുറങ്ങും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ഐസ് വേണം കേട്ടോ. ഐസ് ഫ്രിഡ്ജ് ഞാൻ ഇപ്പോൾ വെച്ചത് കഴിഞ്ഞ് കാണാം. തരാ.